ഒരു ലൈഫാണ് അവർ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ ഒരു എനിക്ക് തോന്നുന്നത് 10-12 സ്ഥാപനമെങ്കിലും ഞാനിപ്പം ഒരു 2-3-4-5 മാസം കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്തു. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതെനിക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം, പിന്നെ നിങ്ങളുടെ സ്നേഹം, പ്രേക്ഷകരുടെ. സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരാൾ റിയാക്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ്. ചേച്ചി പറഞ്ഞു സന്തോഷ നിമിഷങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ പോരെ, ഇതുപോലത്തെ കാര്യങ്ങൾ എന്തിനു ചിന്തിക്കണം, അത് മറ്റുള്ളവർ വളച്ചൊടിച്ച് ചേച്ചി സുധിച്ചേട്ടനെ മറന്നു, അത് ആ രീതിയിലേക്ക് പറഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണാറില്ല. എനിക്ക് ആരെങ്കിലും ലിങ്ക് അയച്ചു തരും, പക്ഷെ എന്നാൽ പോലും ഞാൻ കാണാറില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും ഇന്ന പോലെ, എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാനിതൊന്നും കാണാറില്ലെന്ന്. പക്ഷെ എങ്കിലും പോയിന്റുകൾ ഇങ്ങനെ പറയും, എടി ഇന്ന പോലെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയും. ചേച്ചി അങ്ങനെ പറയാനായിട്ട് കാരണം എന്താണ്? ഞാനൊരു കാര്യം പറയട്ടെ. 2026 ഇപ്പോൾ 26 ഞാൻ 1991 ജനിച്ചെങ്കിൽ ഞാൻ എന്താ പറയുന്നത് 1990 അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു കാലഘട്ടം പറഞ്ഞ പോലെ പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, സുധിച്ചേട്ടൻ എന്ന് മരിച്ചു ആ തലേന്ന് എന്നെ ലാസ്റ്റ് നോക്കിയ ആ നോട്ടം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ 3 വർഷമാകുന്നു. ജൂൺ 5 3 വർഷമാകുന്നു. ഇന്ന് ഈ നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹം ലാസ്റ്റ് എന്നെ നോക്കിയിട്ട് പോയി അലമാരിയുടെ അവിടെ നിന്നിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ രാവിലെ കണ്ണ് തെളിച്ചപ്പോൾ സുധിച്ചേട്ടൻ ഒരുങ്ങി നിൽക്കുക, പോകാം ലാസ്റ്റ് പ്രോഗ്രാമിന് പോകാം. അപ്പം ക്രോസ് ബാഗൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക. എന്നെ ഇങ്ങനെ കുറേ നേരം സൂക്ഷിച്ച് നോക്കി നിൽക്കുക. അങ്ങനെ നോട്ടം പതിവില്ല, ആൾ പോവാന്ന് പറഞ്ഞാൽ പോവുക. അല്ലെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ നേരത്തെ, അപ്പം പറഞ്ഞു പോകട്ടെ സമയം ഇത്രയും ലേറ്റായി, നീ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് 7 മണി എങ്ങാണ്ടായി. അപ്പോൾ ആളെ നോക്കിയപ്പോഴത്തേനും ആളെന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നപ്പം ഞാൻ എന്താ അപ്പം ഒന്നുമില്ല ഞാൻ പോവാന്ന് പറഞ്ഞപ്പം എന്നെ ഇങ്ങനെ, ഞാനും കുഞ്ഞും കിടക്കുക, എന്നെ ഇങ്ങനെ തൊടാതെ ഇങ്ങനെ മാറി നിന്നിട്ട് കുഞ്ഞിനിങ്ങനെ കുറേ നേരം ഉമ്മ കൊടുത്തു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു സുധിച്ചേട്ടനോട്, ഇതെന്തുവാ സുധിച്ചേട്ടൻ, നാളെ വെളുപ്പിനെ വരുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും നേരം ഉമ്മ കൊടുക്കുന്നത്, പോകാൻ പറഞ്ഞു, സമയം പോയില്ലേന്ന്. അപ്പം തിരിഞ്ഞു വന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഈ മറന്നു പോയവരോടാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ചേട്ടൻ പോയതിൻ്റെ അന്നത്തെ ദിവസമാണ് പറയുന്നത്. അപ്പോൾ ആൾ തിരിഞ്ഞു വന്നിട്ട് എൻ്റെ നെറ്റിലൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞ്, വാവട്ടെ പപ്പായമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പപ്പ കിടക്കുക, ഓപ്പറേഷൻ ചെയ്ത്, നീ എനിക്ക് കുരിശ് വരച്ച് തരാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച്. അങ്ങനെ ചെയ്തിട്ടാണ് ആൾ പോയത്. അപ്പം അന്ന് തൊട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും, ആളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ശ്വാസിൽ വെച്ചാണ് സുധിച്ചേട്ടനെ മോനെ കാണുന്നത്. ലൈഫിൽ ആദ്യമായിട്ട് 2017 ആ കാലം 2016 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് തൊട്ട് ആളും കിച്ചും ഏത് ഷർട്ടായിട്ടെന്നും ശ്വാസിൽ ഞാൻ താഴെ വന്നപ്പോഴത്തേന് നമ്മുടെ എറണാകുളം, ഞാൻ ആ ലിഫ്റ്റിൻ്റെ അവിടെ താഴെ വന്നപ്പോൾ ആൾ വന്ന് അന്ന് കണ്ടിട്ട് അന്ന് കണ്ട ആ മുഖവും ലാസ്റ്റ് പോകുന്നിടത്ത് ആ മുഖം, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയാണ്. ഒരു ദിവസം പോലും സുധിച്ചേട്ടനെ ഓർക്കാത്ത നിമിഷങ്ങളില്ല. അത് മറ്റുള്ളവരോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ഈ മറുപടി ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ള മറുപടി. ഇതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ പേരുകളാണ് വരുന്നത്. അന്ന് പല്ലി മാറി, അതിനുശേഷം നിക്കർ വിധവ വന്നു, അതിനുശേഷം ഇപ്പോൾ വന്നേക്കുന്നതാണ് മലയാളികളുടെ തമന്ന. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ, മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന, മലയാളികളുടെ അല്ല പാവങ്ങളുടെ തമന്ന. സന്തോഷമേ ഉള്ളൂ. എനിക്ക് തമന്ന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് രേണുസുധിയുടെ വിവാദവും അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് വിവാദമാണ്. അതുകൊണ്ട് ചോദിക്കണം, ചേച്ചി ബീഫ് കഴിക്കാറുണ്ടോ? ഇല്ല, അതിൻ്റെ ഗ്രേവി മാത്രം, കരളില്ലേ, ദൈവമേ അടുത്ത വിവാദം ഉണ്ടാകും. അതിൻ്റെ കരളില്ലേ, അത് മാത്രം, അത് സോഫ്റ്റ് അല്ലേ, ബീഫിൻ്റെ കൂടെ കരൾ കിട്ടത്തില്ലേ, ആ കരൾ മാത്രം കഴിക്കും. ബീഫ് കഴിക്കാറില്ല, ഞാൻ കഴിക്കാറില്ല. അതുപോലെ ഇപ്പോൾ ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടാൻ കാരണം ഇപ്പോൾ ശരീരം കാണിച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് രേണുസുധി വരുന്നത്. എന്നാ കാണാനാടാ ഈ ശരീരത്തിൽ, എന്തോ കാണിക്കാനാ? ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ നെഗറ്റീവ് കമൻസ് നോക്കി ഞാൻ റിപ്ലൈ, എൻ്റെ 2 പിള്ളേരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഒരു നെഗറ്റീവ് കമൻസ് നോക്കണ്ട. കാരണം ഇവർ ഓരോ നെഗറ്റീവ് കമൻസ് ഇടുമ്പോഴും ഞാൻ അത് ചവിട്ടി കയറുന്നതല്ലാതെ ഞാൻ താഴെ കിടക്കുന്നില്ല. ഓരോ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൽബം ആണെങ്കിലും ഇനോഗ്രേഷൻ ആണെങ്കിലും എനിക്കത് സന്തോഷമുള്ളൂ. ഞാൻ ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഇനോഗ്രേഷൻ ആണെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാകും. പിന്നെ മറ്റുള്ളവർ അവർക്കിങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ട് തളർത്താനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഇത് തീർന്ന് ഞാൻ വീട്ടിൽ ഇരിക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് കമൻസോ ഒരു കമൻസോ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല.
മുന്നോട്ട് തന്നെ ഇങ്ങനെ പോകും. അത് കാണുമ്പോഴല്ലേ നമ്മൾ അയ്യോ അങ്ങനെ പറഞ്ഞല്ലോ റിപ്ലൈ കൊടുക്കടാ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതുപോലെ ഇപ്പം ഒരു യൂട്യൂബിൽ ഒരാൾ റിയാക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് രേണുവിൻ്റെ UK കാമുവിൻ്റെ ഭാര്യ രംഗത്ത്. എനിക്ക് UK ഇല്ല, കാമുകനും ഇല്ല, ഭാര്യ രംഗത്തും വരുന്നില്ല, തീർന്നു. എനിക്ക് അങ്ങനെ ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു. എനിക്കറിയില്ല. അപ്പോൾ ഈ പറയുന്നവർക്ക് UK എനിക്ക് അങ്ങനെ ഒരു ഞാൻ കാര്യം UK ആര് പറഞ്ഞു കാമുകൻ? എനിക്ക് കാമുകൻ ഉണ്ടെന്ന് ഞാൻ കൺഫേം പറഞ്ഞു. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് കാമുകനും ഇല്ല. UK കാമുകൻ്റെ ഭാര്യയും രംഗത്ത് വന്നിട്ടില്ല. ഒരുത്തർ രംഗത്ത് വന്നിട്ടില്ല. എന്തിനാണ് പരാതി കൊടുത്തിട്ട് എന്താ പ്രയോജനം? എൻ്റെ ദേഹത്ത് ഞാൻ പണ്ട് പറയുന്ന പോലെ എൻ്റെ ദേഹത്ത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വേദന എടുക്കും. ഇവരവിടെ കിടന്ന് ചിലക്കട്ടെ, അവർക്ക് ഉപജീവന മാർഗ്ഗം അതായിരിക്കും. എന്നെ 2 തെറി പറയുക, 2-3 നല്ല റീച്ച് കിട്ടുക, അതായിരിക്കും അവരുടെ ഉപജീവന മാർഗ്ഗം. അതുപോലെ വന്നിരിക്കുന്ന വേറൊരു സംഭവമാണ് രേണു ഇനിയും ഓവറായിട്ടുള്ള ഇൻറ്റിമേറ്റ് സീനുള്ള ആൽബം ചെയ്യില്ല, അതിനെതിരെ കിച്ചു പ്രതികരിച്ചു. ഒരുപാട് വീഡിയോ കുറേ പേര് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പറയുന്നവരുടെ മക്കളായിരിക്കും പ്രതികരിച്ചത്. എനിക്കറിയില്ല. എൻ്റെ മകൻ ഇന്ന് വരെ എൻ്റെ ആൽബത്തിനെ പറ്റിയോ ഞാൻ ചെയ്ത ഒരു വർക്കിനെ പറ്റിയോ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല കിച്ചു. ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവന് മനസ്സിലാകാഞ്ഞിട്ട് എന്നോട് അമ്മ അതിൻ്റെ കഥയൊന്നും പറഞ്ഞു. അമ്മേനെ ആരൊക്കെയാണ് അതിനകത്ത് പ്രേമിച്ചത്, അമ്മ അങ്ങോട്ട് പ്രേമിച്ചാണ് ഇങ്ങോട്ട് കഥ സ്റ്റോറി അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അതല്ലാതെ ഞാൻ ഇനി ഇൻറ്റിമസി സീൻ ഉണ്ടെങ്കിൽ എനിക്ക് കംഫോർട്ടബിൾ ആണെങ്കിൽ ഇനിയും രേണുസുതി അഭിനയിക്കും. എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള സീനാണെങ്കിൽ രേണുസുതി അഭിനയിക്കും. അതുപോലെ വേറൊരു സംഭവമാണ്, നേരത്തെ പല പ്രാവശ്യം ചോദിച്ചൊരു കാര്യമാണ്, കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, അവർ ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ്? ഒരടക്കമില്ല. പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളും ആണെങ്കിൽ സൗന്ദര്യ പിണക്കമെങ്കിലും ഉണ്ടാവും, ഇല്ലയോ? നിങ്ങളൊക്കെ എൻ്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പിണക്കം പോലും ഇല്ല, പിന്നെ എവിടെയാണ് പിണക്കം? എനിക്കറിയില്ല. അതുപോലെ ഒരു പ്രമുഖനായിട്ടൊരു വ്ളോഗിലിട്ട് ഒരു വീഡിയോ ഉണ്ട്, കിച്ചു കഞ്ചാവ് വലിക്കുന്നൊരു വ്യക്തിയാണ്, മദ്യപിക്കുന്നൊരു വ്യക്തിയാണ്, തൻ്റെ പോലെ പിഴച്ച് നടക്കുക, അങ്ങനെ പറഞ്ഞ ഒരാൾ ഭയങ്കര മോശം. അവൻ്റെ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും അത്, ആ പറഞ്ഞവൻ്റെ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നില്ല, എൻ്റെ മകനും അങ്ങനെ ചെയ്യുന്നില്ല. അതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടെ. അതിൻ്റെ അത് പറഞ്ഞത് തന്തനെ പോലെ മോശമായിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത് മറ്റുള്ളവർക്ക്, ചേച്ചീനെ അതുപോലെ തന്നെ സുചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് വ്യക്തമാക്കാനായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് പറയാം. അതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞവൻ്റെ വീട്ടിലായിരിക്കും അത് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എന്തായാലും എൻ്റെ മകൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ കംപ്ലീറ്റ് സുധിച്ചേട്ടൻ അദ്ദേഹം മരിച്ചു പോയതല്ലേ? അദ്ദേഹം ഞാൻ പറയട്ടെ, ജീവനോടെ ഉള്ള ഒരാളുടെ കാര്യം പറയുന്ന പോലാണോ മരിച്ചു പോയ ആളുടെ കാര്യം? നമ്മൾ അതെന്തിനാണ് അത് എടുത്തിടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ജീവനോടുണ്ട്. ഞാനൊരു സമയത്ത് ഒരു ദിവസം മരിച്ചു പോയാൽ പിന്നെ അതെന്താണ് ഈ എന്താ പറയുക, പിന്നെ തോണ്ടി ശവകുടീരം തോണ്ടി എന്തിനാണ്? നമുക്ക് തന്നെ അത് ഇതാകത്തില്ലേ? അപ്പം അദ്ദേഹം മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് അത് തെറ്റായിട്ടുള്ള വാക്കല്ല, ഞങ്ങൾ ക്രിസ്ത്യൻ രീതിയിൽ പറഞ്ഞ മണ്ണോട് മണ്ണ് ചേർന്ന് അദ്ദേഹത്തെ പിന്നെ എന്തിനാണ് കുത്തിപ്പൊക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയും, എന്നും പറയും. കാരണം എനിക്ക് അവകാശമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. എൻ്റെ മക്കൾ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മക്കൾ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അമ്മ ആ പേര് പറയട്ടെ, ഞങ്ങൾ ആ പേര് പറയുന്നത് ഇവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ ആ പേര് ഇനിയും പറയും. സുധിയുടെ ഭാര്യ, സുധിച്ചേട്ടൻ്റെ വൈഫ്. അത് ബ്രാൻഡായിട്ടോ അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടാനോ കൊണ്ടുവരുന്ന സാധനമല്ല. ട്രെയിൻ പോകുന്നു, അതെൻ്റെ ഭർത്താവിൻ്റെ പേരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? എല്ലാവരും പറയുന്നത് ഈ സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് രേണു പലരുടെയും കൂടെ പല രീതിയിലും പോകുന്നുണ്ട്. ദുബായിൽ പോകുന്നത് പോലും അതിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ദുബായിൽ ഞാൻ പോകുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പോട്ടെ, ഈ പറയുന്നവരൊക്കെ ദുബായിലും അമേരിക്കയിലൊക്കെ പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ വരുന്നത്. ഓക്കെ, ശരി. ഇനി ദുബായിൽ ചെന്ന് ഞാൻ പ്രമോഷൻ ചെയ്യുന്നു, ബഹ്റൈൻ ചെന്നിട്ട് പ്രമോഷൻ ചെയ്യുന്നു, ഷാർജയിൽ പോയിട്ട് പ്രമോഷൻ ചെയ്യുന്നു. ഇതെല്ലാം അവിടുത്തെ ആ മാനേജർമാർ വീഡിയോസ് എല്ലാം മീഡിയാസിനും നിങ്ങൾക്കും കിട്ടുന്നില്ലേ വീഡിയോസ്? അവിടെ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പം പിന്നെ അതിനകത്ത് എന്താണ് ഉത്തരം? ഞാൻ എവിടെ പോയാലും അതെല്ലായിടത്തും ഞാൻ എവിടെ പോയാലും ഒന്ന് ഉറങ്ങുന്നോളം വരെ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. 2 മണി വീട്ടിലെത്തി, ഇന്നോടത്ത് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ എത്തി, സ്റ്റാറ്റസ് എല്ലാം ഞാൻ ഇടുന്ന ആളല്ലേ. ഇത് ഞാൻ ചോദിക്കാൻ കാരണം പണ്ട് സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷമാണ് രേണു സുധിക്ക് ഇത്രയും റീച്ച് വന്നതും കാര്യങ്ങളൊന്നും പറഞ്ഞ് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് രേണു വീഡിയോ ചെയ്തിട്ട് റീൽസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല.
സുചേട്ടൻ്റെ മരണത്തിന് ശേഷം വൈറലാകുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇനാഗ്രേഷനും മറ്റ് സംഭവങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് അറ്റവും മൂലയില്ലാത്ത തുണി ഇട്ടുകൊണ്ട് വരുന്നത്. ഇന്ന് വരെ ഞാൻ അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഈ പറയുന്നവൻ കാണിച്ചു തരട്ടേന്നേ. അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇന്ന് നൂലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് പാവാടവള്ളി എന്തോ ഡാൻസ് കളിച്ചപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയ ഇനി വിവാദമാകും കേട്ടോ, പാവാടവള്ളി കണ്ടെന്ന്. എനിക്കൊന്നും വിഷയമല്ല. പാവാട ഇടുന്നവർ പാവാടവള്ളി കാണും. എന്നിട്ടാലും അത് വള്ളി കണ്ടാൽ എന്താണെന്ന് വിഷയം? ഇടുന്നതുകൊണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ ഇടുന്ന എല്ലാം എൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള, നിങ്ങൾക്കൊക്കെ നേരിട്ട് എന്നെ കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാമറയിലോ മൊബൈലോ ടി വിയിലോ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആണോ? ആളല്ല. അപ്പോൾ എനിക്ക് ചേരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇടാറുള്ളത്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി ഉടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. സാരി ഉടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. എൻ്റെ കംഫർട്ടബിളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ടും ബ്ലൗസും കൊണ്ട് ഇടുന്നത് അവരുടെ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി ഉണ്ടായിരുന്നോ? സാരി ഉടുക്കുന്നവരെന്നെ വയറ് മൂടിയിട്ട് മറ്റേ ഇവിടം വരെ തോർത്ത് പട്ടി പൊതിഞ്ഞുകൊണ്ടാണോ നടക്കുന്നത് എല്ലാവരും? എൻ്റെ വയറ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ വയറ് കംഫർട്ടബിളാണ് കാണിക്കുക. എനിക്കിഷ്ടമാണ് എൻ്റെ വയറ്. അത് കാണട്ടെ. അതിനകത്ത് ഒരു വൃത്തികേടും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പലരും ഇതുപോലെ ചേച്ചിനെ പോലെ തന്നെ മറ്റാൾക്കാർ ഇതുപോലെ ഡ്രസ്സും അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചി ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ പലരും ചേച്ചിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ മാത്രം ഒരു ടീമുണ്ട്. സത്യം കേട്ടോ, അതുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പേടി, ഇനിയും എന്നെ എൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നൊക്കെ പറഞ്ഞൊരു കോളൊക്കെ വന്നായിരുന്നു എനിക്കൊന്നിനും വധഭീഷണി എൻ്റെ തലയ്ക്ക്. എടി മറ്റവളെ മറിച്ചോളെ, നിൻ്റെ റീൽ ഇത് തന്നെ, ഈ കമൻറ്റ്, നിൻ്റെ റീല് നിർത്തിക്കോണം, മറ്റേ നിർത്തിക്കോണം, നിൻ്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. നീ മുമ്പിൽ വരാൻ പറഞ്ഞു. ഉണ്ട് ടീമുണ്ട്. ടീമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് തന്നെ എനിക്കെതിരായിട്ടുണ്ട്. എനിക്കത് നന്നായിട്ട് അറിയാം, വ്യക്തമായിട്ടറിയാം. അവരെ കിടന്ന് ഗ്രൂപ്പിസം കളിച്ച് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതല്ലാതെ, കുറേ എന്താ പറയുക, കുറേ വ്ളോഗ് ചെയ്യുന്നതല്ലാതെ രേണു സുധി താഴത്തുമില്ല, രേണു സുധി ചാകത്തുമില്ല. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്താ? ഞാൻ വീട്ടിൽ ഇരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അവരൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ സാധാരണ ഒരുപാട് പേരെ ഞാൻ കാണും, സാധാരണ വീട്ടമ്മമാർ, ഇവരൊക്കെ പറയുന്നു ഒരു ദിവസമെങ്കിലും രേണുവിൻ്റെ പേര് ഞങ്ങളുടെ വീട്ടിൽ പറയും. ഒരു ദിവസമെങ്കിലും. ഒരു സെലിബ്രിറ്റി എന്നോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും, മിക്ക ദിവസവും രേണുവിൻ്റെ പേര് ഞങ്ങൾ ചർച്ച ചെയ്യാത്ത ദിവസങ്ങളില്ല. എന്തിന്? ഒരു ഫോൺ തുറന്നാൽ രേണു സുധി ഉണ്ട് അതിനകത്ത്. ആണോ അല്ലയോ? നിങ്ങളൊക്കെ കാണുന്നതല്ലേ. ഞാൻ പറഞ്ഞിട്ടാണോ അങ്ങനെ വരുന്നത്? ചേച്ചി അതുപോലെ കുറച്ച് നാൾക്ക് മുമ്പ്, ചേച്ചി ഇപ്പം ഇത്രയും ഫേമസ് ആകുന്നതിന് മുമ്പ് ലക്ഷ്മി നക്ഷത്ര ചേച്ചിനെ സുചേട്ടൻ്റെ മരണത്തിന് ശേഷം ഭയങ്കരമായിട്ട് സഹായിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുകയും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരത്തെ ഒരു സ്വാർത്ഥതയായിരുന്നു. ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ അത്? ഒരിക്കലും അല്ല. ലക്ഷ്മി നക്ഷത്ര സത്യം പറഞ്ഞാൽ എന്താ പറയുക, ആ സമയത്ത് എല്ലാ മാസവും ഞങ്ങൾക്കൊരു പൈസ, ഞാൻ എന്നും പറയാറുന്നത്, ഒരിക്കലും അങ്ങനെ അവർ കണ്ടൻറ്റ് ക്രിയേഷനോ ഒന്നും ചെയ്തതല്ല. ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പം ഒരു വീഡിയോ എടുത്ത് അവർക്ക് അത് പൈസ കിട്ടിയെങ്കിൽ ആ പൈസയിൽ നിന്ന് ഒരു ഭാഗം ഞങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. ഒരിക്കലും അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ അവരൊരിക്കലും ഞങ്ങളെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അടുത്തുള്ള സ്നേഹവും എന്താ പറയുക, സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ സ്റ്റാർ മാജിക്കിൽ ഏതെങ്കിലും ടീം ഈ അനുമോളൊക്കെ ആയിട്ട് ഇപ്പം എന്തെങ്കിലും കോൺടാക്ട്? ഇല്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു, ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടപ്പുണ്ട്. എല്ലാവരും ഉണ്ട്. ഷോപ്പ് അനുമോളുണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അതിന് മുന്നേ പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നെങ്കിൽ ഞാനപ്പോൾ ദുബായിൽ പോയേക്കായിരുന്നു, ഇവരെല്ലാം ഒന്നിച്ചു കൂടി. എനിക്ക് ഓരോ പ്രോഗ്രാം എന്നെ ബിന്നി വിളിച്ചായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ മാനേജർ ഈ പ്രോഗ്രാം കൺഫേം ആക്കി. നമ്മളൊരു പ്രോഗ്രാം കൺഫേം ആക്കി അഡ്വാൻസ് എന്തെങ്കിലും നമ്മൾ മാനേജർ എന്ന് പറഞ്ഞപ്പോൾ അതിനിടയിൽ മാനേജർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഇനിയും പറയും. ഒരു കമന്റ് വന്നു, ഈ രേണുവിന് ഒരു പുരുഷനെ കിട്ടാത്തതുകൊണ്ട് രേണു ഇപ്പോൾ ഒരു സ്ത്രീനെയാണ് നോക്കിയത്, രേണു ഇപ്പോൾ ലെസ്ബിയൻ ആണെന്നാണ് രണ്ടുമൂന്ന് കമന്റ്സ് ഇങ്ങനെ കുറേ ഒരു വീഡിയോയിൽ വന്നു. അപ്പോൾ അതൊന്ന് പറയാമോ? ഞാൻ ലെസ്ബിയനാണ്, ഞാൻ തുറന്ന് പറയാം ലെസ്ബിയനാണെന്ന് പറയാം. അതിന് എനിക്കൊരു മടിയില്ല. ഇനി ബൈ ആണോ എന്ന് ചോദിച്ചാലും ഞാനതല്ല. ഞാൻ ലെസ്ബിയനും അല്ല, ബൈയും അല്ല. സിമ്പിൾ. മാനേജർ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് അവരെ പറ്റി ഓർക്കുമ്പോൾ. കാരണം എൻ്റെ ഓരോ കാര്യങ്ങളും
എന്താ പറയുക ഉറക്കം അളച്ചാണെങ്കിലും ഞാനിപ്പം കോഴിക്കോടോ കാസർഗോഡോ ചെന്നിറങ്ങുന്നതുകൊണ്ട് വരെ ഉറക്കം അളച്ചിരിക്കുന്ന അതൊക്കെ ഒരു മാനേജറിൻ്റെ കഴിവല്ല അവൾക്ക് എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് കരിഷ്മയ്ക്ക്. അപ്പം ഞാനത് എപ്പോഴും പറയും. എൻ്റെ മാനേജർ മാത്രമല്ല, അവളെൻ്റെ സഹോദരി കൂടെയാണ്. ഈ പറയുന്നവളായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്നവനായിരിക്കും അത്. ഞാൻ ഒരിക്കലും ലെസ്ബിയനെ കുറ്റവും പറയത്തില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഞാൻ ലെസ്ബിയൻ ആണെങ്കിൽ ഇനി മുന്നോട്ട് ഞാനൊരു ലെസ്ബിയൻ ആയിപ്പോയെങ്കിൽ ഞാനത് തുറന്നു പറയും. എനിക്കൊരു മടിയില്ല. ഇതിപ്പം ഈ കരീഷ്മ എന്ന് പറഞ്ഞ വ്യക്തി ചേച്ചിയുടെ മാനേജറിനെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഏവിയേഷൻ പഠിച്ച സമയത്തുള്ള പരിചയമാണ്. അതായത് സുധിച്ചേട്ടനെ കാണുന്നതിന് മുന്നുള്ള പരിചയമാണ്. കരിഷ്മ പ്രൊഫഷണലായിട്ട് ഏവിയേഷൻ മിസ്സാണ്, ടീച്ചറാണ്. സോ ആ സമയത്ത് അവളും പഠിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ പരിചയപ്പെട്ടാണ്. അന്നൊന്നും എനിക്ക് മാനേജറിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ സെലിബ്രിറ്റി അല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം ആണ് എനിക്കൊരു മാനേജറിൻ്റെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്കറിയില്ല എൻ്റെ തിരക്ക്, ഞാൻ എങ്ങനെ മാനേജ് ചെയ്തല്ല. അപ്പോൾ അതിനാണ് എൻ്റെ മാനേജറായിട്ട് അവളെ ഞാൻ ഒഫീഷ്യലായിട്ട് മാനേജറായിട്ട് വെച്ചേക്കുന്നത്. അവളാണ് എൻ്റെ മാനേജർ, ഒഫീഷ്യലായിട്ട് എൻ്റെ മാനേജർ. ഇപ്പോൾ ഈ എല്ലാ പ്രോഗ്രാമും അവളാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്.